അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള, അതായത് കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെയും 2 ദിവസം മുന്നേയും ചെറിയ ചെറിയ പാത്രങ്ങൾ കഴുകിയും ഒക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്നത്തെ പണി അങ്ങനെയല്ല, ഒടുക്കത്തെ പണിയായിപ്പോയി. അതുകൊണ്ട് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം രാവിലെ ഞാൻ കൊച്ചിനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി. കാപ്പി എന്തായിരുന്നു? ദോശയും സാമ്പാറുമായിരുന്നു. അങ്ങനെ കാപ്പി ഉണ്ടാക്കി. രാവിലത്തെ പരിപാടിയെല്ലാം ഞാൻ കഴിച്ചു. അരി അടുപ്പിലോട്ട് ഇട്ടിട്ടില്ല, വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. വന്നിട്ട് മുറ്റം അടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞില്ലേ, 2-3 ദിവസമായിട്ട് ഇപ്പോൾ നല്ല കാറ്റാണ്. അങ്ങനെ ഏതാണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട്. അപ്പം എന്തായാലും രാവിലെ അങ്ങ് മുറ്റം അടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കയറി വന്നിട്ട് അരിയൊക്കെ അടുപ്പിലോട്ട് ഇടാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ അടുക്കള മൊത്തത്തിലങ്ങ് വൃത്തിയാക്കാനായിട്ടുള്ളൊരു പരിപാടിയിലാണ് നിൽക്കുന്നത്. ഒരുപാട് സ്പീഡ് കൂടിയായിരിക്കും ഇന്നത്തെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് ഞാൻ വീഡിയോ, അതായത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും ഈ ഒരു വീഡിയോ അല്ലാണ്ട് ഇത്രയും സ്പീഡ് കൂട്ടിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം അത്രയും സ്പീഡിലാണ് വീഡിയോ ഓടുന്നത്. കാരണം നമുക്ക് കൂടെ വന്നിട്ട് ക്യാമറ ഓഫ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ക്യാമറ അങ്ങ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലിയെല്ലാം അങ്ങോട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വീഡിയോ ഓടി. അപ്പോഴും നമുക്ക് എന്തായാലും അത് ചുരുക്കി ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് എങ്കിലും കൊണ്ടെത്തിക്കണമല്ലോ. അതുകൊണ്ട് സ്പീഡ് അത്രയും കൂടിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്, അതായത് ഇന്നലെ രാത്രി ഞാൻ ഇട്ട് വെച്ചിട്ടുള്ള മാങ്ങാച്ചാറാണ് കേട്ടോ. എങ്ങനെ ഉണ്ട്, കൊള്ളാവോ? എൻ്റെ മനസ്സിലെ ഒരാഗ്രഹമുണ്ട്, വേറെ ഒന്നുമല്ല കേട്ടോ. അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ എന്ന്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലൈസൻസൊക്കെ എടുക്കണം. മാഷാല്ലാ അൽഹംദുലില്ലാ ചെയ്യണം എന്നാണ് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ചെയ്യും കേട്ടോ, ഇൻഷാല്ലാ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ അച്ചാർ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂട്ടുകാരും കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വാങ്ങിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, വേറൊന്നുമല്ല, വാങ്ങി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങണം എന്നാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ ദുആ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ അനിയത്തിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോയിലൂടെ തന്നെ പറയാവേ. അങ്ങനെ ഇതേ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് കയറി വന്നു. അരിയൊക്കെ കഴുകി അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഈ സ്റ്റാൻഡ് ഞാൻ 2 ആഴ്ച മുന്നേ കഴുകി വെച്ചിട്ടുള്ള സ്റ്റാൻഡാണ്. 2 ആഴ്ച ആയിട്ടില്ല, കഴുകി വെച്ചതാണ്. എന്നാലും കഴുകണമല്ലോ, റമദാനല്ലേ, എല്ലാം കഴുകി വൃത്തിയാക്കണമല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് പറക്കി ഒതുക്കുകയാണ് കേട്ടോ. രാവിലെ ഞാൻ സ്കൂളിൽ പോയ ടൈമിൽ അനിയത്തി കുറേ പാത്രങ്ങൾ, അതായത് കുഞ്ഞു പാത്രങ്ങൾ, പ്ലേറ്റ്, ഗ്ലാസ്, കപ്പ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിനി വലിയ പാത്രങ്ങളേ ഉള്ളൂ. അതായത് ഇതുവരെ എടുക്കാതെയൊക്കെ ഇരിക്കുമല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ, ഉരുളി, ചരുവം, വലിയ കലം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ന് വാരി എനിക്കാണ് പണി. അത് ഈ അടുക്കളയിൽ ആദ്യം നമുക്ക് അതായത് മറാല എന്ന് പറയുമ്പം ചില ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ അറിയത്തില്ല, വലയടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. വലയടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയത്തില്ല. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ. ചാടിക്കേറിയതൊക്കെ അത് സ്പീഡ് കൂടിയത് കൊണ്ടാണ് അത്രയും വലിയൊരു ഇതായി പോയത് കേട്ടോ. അത്രയും വലിയതൊന്നും അല്ല, ഞാൻ മെല്ലെയാണ് കയറിയത്, പക്ഷേ സ്പീഡ് കൂടിയതിൻ്റെ കുഴപ്പമാണ്. എന്തായാലും ഞാൻ വലയടിക്കുകയാണ്. വലയടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓട് വീടായതുകൊണ്ട് തന്നെ നല്ലതുപോലെ ചെതൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെതലുണ്ടായിരുന്നു. മണ്ണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ, തട്ടിത്തൂത്തിട്ടപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു, കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ, മുഴുവൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുക്കളയായിരുന്നു എൻ്റെ പേടി സ്വപ്നം എന്ന് പറഞ്ഞാൽ. കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലിങ്ങനെ ഈ അടുക്കള ഞാൻ എങ്ങനെ വൃത്തിയാക്കി എടുക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. അതായത് വലയടിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് അല്ലാണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വലയെടുപ്പ് ഇച്ചിരി മെനക്കെട്ട പരിപാടി അടുക്കളയിൽ കേട്ടോ. സാധാരണ എല്ലാ വർഷവും ഉമ്മച്ചിയാണ് വലയടിക്കുന്നത്. വലയടിച്ച് അടുക്കളയിലെ കാര്യം ഞാനൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. പാത്രങ്ങൾ കഴുകലോ അങ്ങനെയുള്ളൂ. വലയടിക്കുന്നത് ഫുള്ളും അടുക്കള ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും, നമ്മളൊന്നും അറിയണ്ടായിരുന്നു. അപ്പോൾ അവ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങളെ കിടന്ന് വഴക്ക് പറയായിരുന്നു, നിന്നെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നാലും സഹായിക്കും. പക്ഷേ എന്താ സംഭവം, ഇങ്ങനെ വലയെടുപ്പ് അത് അത്രയും ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ ഇന്ന് ഞാൻ നല്ലതുപോലെ അതിൻ്റെ
മെനക്കേടറിഞ്ഞു നല്ലതുപോലെ വലയൊക്കെ അടിച്ച് അതിന് ശേഷം സ്ലാബിൻ്റെ നമ്മൾ ആ ഒട്ടിച്ചിരിക്കുന്ന വാൾപേപ്പറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു എളുപ്പപ്പണി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ ഭിത്തിയൊക്കെ കഴുകി ഇറക്കുമ്പോൾ എൻ്റെ പൊന്ന് പടച്ചവനെ എന്തോ ഒരു പാടായിരുന്നു എന്ന് പറയുമ്പോൾ വാൾപേപ്പർ ഒട്ടിച്ചത് കൊണ്ട് അതിൻ്റെ മേളിൽ കുറച്ച് കരിപ്പിടിച്ചിരിപ്പുണ്ട്. നമ്മൾ ഈ വാൾപേപ്പർ ഒട്ടിച്ചത് മിക്കപ്പോഴും ക്ലീൻ ചെയ്യും, അതുകൊണ്ട് കുറച്ചുകൂടെ വൃത്തിക്ക് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ കരിയും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവിടെയൊക്കെ ഒന്ന് കഴുകി പറക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട് ചെറിയൊരു വീടാണ്, ഓടിട്ട വീടാണ്. പുതിയ കൂട്ടുകാരുണ്ടോയെന്ന് അറിയത്തില്ല, ചില ആളുകൾക്ക് ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല കേട്ടോ. എന്തായാലും ഞാൻ ഒന്നും പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും അല്ല കേട്ടോ. ഒരുവിധം അവിടെ ഒതുക്കി വെച്ചതിന് ശേഷം മീൻകറി വെക്കുവാണ്. നമ്മുടെ വീട്ടിലെ ജോലി ഒതുങ്ങണമല്ലോ, വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന പണികൾ നമുക്ക് പാചകം ചെയ്യണമല്ലോ. അപ്പോൾ അതും കൂടി ഇപ്പം മീനൊക്കെ വെട്ടിക്കഴുകി അനിയത്തി തന്നു. അപ്പോഴത്തേക്ക് ഞാൻ 2 മാങ്ങയൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടേ, കാറ്റായതുകൊണ്ട് മാങ്ങയൊക്കെ വീഴുന്നുണ്ട്. വിളഞ്ഞ മാങ്ങയല്ല കേട്ടോ, പൊട്ടുമാങ്ങയാണ്. എന്നാലും അത്യാവശ്യം പുളിയുണ്ട്. ഞാനതൊക്കെ ഒന്ന് കീറി മാങ്ങ, അതായത് മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി വെക്കാനായിട്ട് പോകാം. മീൻ മത്തിയാണ്, ഇന്നലത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് ഞാൻ അനിയത്തി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം മീൻ കറിയും കൂടെയൊക്കെ വെച്ചതിന് ശേഷം വേണം, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപാടിയും കൂടെ നടക്കണമല്ലോ, അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാവരും മിക്കുള്ളവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, റമദാനായിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞവരുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, തുടങ്ങി വെച്ചവരുണ്ട്, പകുതി തീരാറായവരുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ തുടങ്ങിയതേ ഉള്ളൂ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് വേറെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷമാണ്. കാരണം അടുക്കള എനിക്ക് ഭയങ്കര മെനക്കെട്ടൊരു പരിപാടിയായിരുന്നു. പക്ഷേ എന്തോ പടച്ചവൻ സഹായിച്ച് പെട്ടെന്ന് അങ്ങ് കഴിച്ച് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഇതാണ് ഒറിജിനൽ സ്പീഡ്, നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഒറിജിനൽ സ്പീഡ്. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. 1 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കിടക്കുന്ന വീഡിയോ നമ്മൾ വെട്ടി കൊണ്ടുവരുന്നത് വലിയ മെനക്കെട്ട പരിപാടിയാണ്. അപ്പോഴേ അങ്ങനെ സ്പീഡൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് ഓടിക്കോളുമല്ലോ, അതാണ് സംഭവം കേട്ടോ. നമ്മുടെ ഈ ഒരു വശത്ത് ടൈലൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇനി അതുപോലെ ഈ പാതകൾ ഇതുപോലെ സിമൻറ്റ് വേണം, അപ്പോൾ അതുപോലെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ മാത്രമേ നമ്മൾ ടൈലൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഗ്യാസും ഒക്കെ ഒന്ന് കഴുകി ഇങ്ങെടുത്ത് കേട്ടോ, കഴുകി പറക്കി എല്ലാം എടുത്ത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു, വലയൊക്കെ അടിച്ചു. ഇനി തറ ഒന്ന് കഴുകി ഇറക്കണം, അത് തുടച്ചിട്ട് കാര്യമില്ല, കഴുകി ഇറക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ പാത്രങ്ങളും മാക്രി സാധനങ്ങളെല്ലാം പറക്കി ഞാൻ ഇറായത്ത് കണ്ട ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവിടെയൊക്കെ ഒന്ന് കഴുകിയത് വേറൊരു തുണി കൊണ്ടിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കളയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓവുണ്ട് പുറത്തോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്, പക്ഷേ നല്ല രീതിയിൽ അങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ലൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ എങ്ങനെ അങ്ങ് തുടച്ച് കളയും. വാൾപേപ്പർ പകുതി വരെ അവിടം വരെ ഒട്ടിച്ചിട്ടുള്ളൂ, കുറച്ചും കൂടി ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇൻഷാല്ലാ മേടിച്ച് ഒട്ടിക്കണം. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ പറക്കി വെച്ച സാധനങ്ങളെല്ലാം ഇരുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. ഇനി പുറത്ത് ഒരുപാട് പാത്രങ്ങൾ കിടപ്പുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്ത് കഴുകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. അതേ കണ്ടില്ലേ, സ്ലാബിനടി മൊത്തം പാത്രങ്ങളായിരുന്നു, അതെല്ലാം പറക്കിയിട്ടു. അനിയത്തി അവിടേക്ക് അങ്ങ് തൂത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുടപ്പും കഴുകലൊക്കെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാം ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല. വീഡിയോ കുറച്ചിന്നിടാം, കുറച്ച് നാളെ ഇടാം കേട്ടോ. കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് വീഡിയോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ശരിക്കും വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഇന്ന് പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ പകുതി വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ജോലി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും ഞാനൊരു മടിച്ചിയായിരുന്നു കേട്ടോ. മടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലി ചെയ്യാനും ഇഷ്ടമല്ല, ചുമ്മാ അങ്ങനെ ഇരിക്കുക അത്ര തന്നെ. പക്ഷേ എൻ്റെ അനിയത്തിമാരും എൻ്റെ ഉമ്മച്ചിയും നേരെ വിപരീതമാണ്. എൻ്റെ ഉമ്മച്ചിയുടേതാണ് കേട്ടോ എൻ്റെ അനിയത്തിമാർക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ കല്യാണം 17ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് എല്ലാം പഠിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യം ആയിരുന്നു കേട്ടോ എൻ്റെത്. ഞാൻ എല്ലാം പഠിച്ചു, തനിയെ പഠിച്ചു, എല്ലാം തനിയെ പഠിച്ചു. എന്താ പറയേണ്ടത്, ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു കേട്ടോ എൻ്റെത്. ആരും സപ്പോർട്ടില്ലാതെ, കെട്ടിയവനും വീട്ടുകാരും ആരും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്കായിരുന്നു. അയ്യോ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ജീവിതം മൊത്തം ഞാൻ പറയത്തില്ല, എനിക്ക് അത് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴങ്ങ് പറഞ്ഞു പോയതാട്ടോ. എൻ്റെ ഇപ്പോഴത്തെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, പഠിച്ച് ജോലി മേടിക്കുക. ആരുടെയും ഇതില്ലാതെ, ആരുടെയും സപ്പോർട്ടില്ലാതെ, നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി മേടിക്കുക, അത് തന്നെ. എനിക്ക് പറ്റാത്തത് ഞാൻ പറഞ്ഞു തരാണ്ട്, എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഒരേ ഒരു ആഗ്രഹം, എൻ്റെ മക്കൾ പഠിച്ച് എന്നെപ്പോലെ ആവരുത്, എൻ്റെ മക്കൾക്ക് നല്ല ജീവിതം കിട്ടണം, എൻ്റെ മക്കൾ പഠിച്ച് നല്ല രീതിയിൽ നല്ല നിലയ്ക്ക് എത്തണം എന്നാണ് കേട്ടോ. എനിക്കിത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും.
ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഈ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചങ്ങ് വിടും, പക്ഷേ അവരിതൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും ഒന്നും ആരും അറിയത്തില്ല, നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ. അറിഞ്ഞാലും അവരെല്ലാവരും പിടിച്ച് നിൽക്കാനേ പറയത്തുള്ളൂ കേട്ടോ. എൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും ഉള്ള ആളാണ് ഞാൻ. ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല കേട്ടോ, ഞാൻ പറയാറില്ല. ചിലപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും അതൊരു പ്രശ്നമായിട്ട് മാറാം, അവർക്കതൊരു വിഷമമായിട്ട് മാറാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ, കാരണം നമ്മുടെ ജീവിതമല്ലേ. നമ്മളിങ്ങനെ പുറമേ പറഞ്ഞുകൊണ്ട് കിടന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ സ്വയം തന്നെ മനസ്സിലാക്കി തെറ്റുകൾ ആരിൽ നിന്ന് പറ്റിയോ അവർ തിരുത്തി വരിക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ പണി അകത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. ഇറങ്ങിയിട്ട് ഈ പാത്രങ്ങളെല്ലാം, ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഈസി ആയിട്ടല്ല കഴിഞ്ഞത്. വളരെ പാടുപെട്ടാണ് ഈ കഴുകിയെടുക്കുന്നത്. എനിക്ക് രണ്ടും സിസേറിയൻ ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് കിട്ടിയിട്ടുള്ളൊരു അവാർഡാണ് നടുവേദന. അതുകൊണ്ട് എൻ്റെ ഒരു കൂടപ്പിറപ്പായിട്ട് അത് എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഇരുന്ന് കഴുകുന്ന സമയത്തൊക്കെ എൻ്റെ പടച്ചവനെ എനിക്ക് എന്തോ ഒരു നടുകഴപ്പായിരുന്നു എന്നറിയാമോ. ഞാൻ പിന്നെ എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയിട്ടാണെന്നറിയാമോ പിന്നും കഴുകാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ അനിയത്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വലയടിച്ചിട്ട് നേരെ ഇങ്ങനെ ഇറങ്ങി പോന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമായിരുന്നു കേട്ടോ. ഞാനത് കഴുകിയ പാത്രങ്ങൾ അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ല വെയിലാണ്. ആ ടൈമിന് ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഒരു ഇച്ചിരി തണലുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. ഇവിടെ ആകെ പേടിക്കാനുള്ളത് മാങ്ങ തലയിൽ വന്ന് വീഴാതിരുന്നാൽ മാത്രം മതി. കാരണം അത്രയ്ക്ക് നല്ല കാറ്റായതുകൊണ്ട് മാങ്ങ പൊഴിഞ്ഞ് തലയിൽ വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പാത്രം കഴുകലും എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും കഴുകി പറക്കി വെച്ചു. ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് വൃത്തിയാക്കുന്നത് കൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴുകി പറക്കി തീർന്നപ്പോഴത്തേക്കും ലൈൻ പൈപ്പിൽ വെള്ളവും വന്നു കേട്ടോ. ശരിക്കും നമ്മുടെ വെള്ളം ഇരുന്ന വെള്ളത്തിലാണ് ഞാൻ ഇത്രയും നേരം കഴുകിയത്. അതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ വെള്ളമൊക്കെ കിട്ടി. അപ്പോൾ ഇതിന് ബാക്കിയുണ്ട്, ഞാൻ നാളെ അപ്ലോഡ് ആക്കാം. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ.